JNU വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര നിലപാട് തിരുത്തി. കനയ്യകുമാറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കാരണം ദില്ലി പോലീസിന്റെ അമിത ആവേശമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്നും വിശദീകരണം. അതിനിടെ JNU വിഷയത്തിൽ സംഘപരിവാർ താൽപര്യം പുറത്തായി. ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിൽ അയച്ച റിപ്പോർട്ടിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ വിദ്യാർത്ഥികൾ ബീഫ് ആവശ്യപ്പെട്ടെന്നും അസുരാരാധന നടത്തുന്നുവെന്ന വിചിത്ര പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, ട്വീറ്റെത്തി വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ വിഘടനവാദിയുടേതെന്ന് അടക്കം പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയാണ്. ഈ ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം ദില്ലി പോലീസിന്റെ തലയിൽ വെച്ച് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുകയാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, എന്തായാലും JNUവിൽ നടത്തിയ അനുസ്മരണ പരിപാടി ലക്ഷറി തായിബ പിന്തുണയോടെയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. ഇതിനുശേഷം നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന് ശേഷം നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തികളൊന്നും ക്യാമ്പസിനകത്ത് നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കനയ്യകുമാർ ഇത്തരത്തിലൊരു രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങളും മറ്റും വിളിച്ചിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പസമയങ്ങൾക്ക് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BS ബസി പ്രതികരിച്ചത് ഈ കനയ്യകുമാറിന് ക്ലീൻ ചീറ്റ് നൽകാനാകില്ല, ഈ ചുമത്തിയിരിക്കുന്ന നിയമങ്ങളെല്ലാം ഈ കനയ്യകുമാറിന് ബാധകമാണെന്നും ഇതിന് ആസ്പദമായ കുറ്റകൃത്യങ്ങൾ കനയ്യകുമാർ ചെയ്തിട്ടുണ്ടെന്നുമാണ് BS ബസി ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ദില്ലി പോലീസ് നൽകിയ റിപ്പോർട്ടിലും കനയ്യകുമാർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരുന്നത്. ഇതിൽ തന്നെ വിചിത്രങ്ങളായ ചില നിഗമനങ്ങളിലും പോലീസ് എത്തിയിരുന്നു. ഇതിൽ തന്നെ ദില്ലി പോലീസിലെ തന്നെ ഒരു സിവിലിയൻ വേഷത്തിൽ ഒരു ദില്ലി പോലീസുകാരൻ സർവകലാശാലയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ മെസ്സ് ഭക്ഷണ മെനുവിലും മറ്റും ബീഫ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടാതെ വിഗ്രഹാരാധനയും അസുരാരാധനയും മറ്റും നവരാത്രി ദിനങ്ങളിൽ നടത്തിയത് തീർത്തും രാജ്യദ്രോഹ തെറ്റും മറ്റുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചില പരാമർശങ്ങൾ ദില്ലി പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും DSU വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മഹാരാഷ്ട്രയിലും ദില്ലിയിലും അടക്കം ഇത്തരത്തിലുള്ള തിരച്ചിൽ തുടരുകയാണ്. 9 DSU വിദ്യാർത്ഥികളും. എന്നാൽ മനു ഏറ്റവും പുതിയ നിലപാടുകൾ ദില്ലി പോലീസിന്റേതായി പുറത്തു വരുന്നു. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദില്ലി പോലീസിന്റെ ആസൂത്രിതമായ ശ്രമം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഘട്ടം പ്രധാനമന്ത്രിയുമായി ബസി അടക്കം ദില്ലി പോലീസ് മേധാവി ചർച്ച ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തുന്നത് ദില്ലി പോലീസിന്റെ കനയ്യകുമാറിനെ വെറുതെ വിടാനാകില്ല, കനയ്യകുമാറിനെതിരായ കുറ്റം ചുമത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്ന നിലപാടിലേക്ക് ദില്ലി പോലീസ് എത്തുന്നു. ഇത് ബസി തന്നെയാണ് അല്പം മുമ്പ് വ്യക്തമാക്കിയതും. അങ്ങനെയെങ്കിൽ അജിംഷാദ്, എന്തായാലും ഇന്ന് പോലീസ് കസ്റ്റഡി കനയ്യകുമാറിന്റെ നിലവിൽ തീരുകയാണ്. ഇതിനാൽ തന്നെ ഇന്ന് 2 മണിക്ക് വീണ്ടും ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ കനയ്യകുമാറിനെ ഹാജരാക്കും. ഇപ്പോഴും ദില്ലി പോലീസ് എന്തായാലും ജാമ്യാപേക്ഷ നിരസിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയുന്നത്. ഇതിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് കമ്മീഷണർ BS ബസി തന്നെ കനയ്യകുമാറിന് ക്ലീൻ ചീറ്റ് നൽകാനാകില്ലെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തലുകളല്ല, പകരം ദില്ലി പോലീസിന്റെ കണ്ടെത്തലുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സുപ്രധാനം എന്നുമാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ കനയ്യകുമാറിന് എതിരെ ഈ രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തുന്നതിന് ആസ്പദമായ തെളിവുകൾ ദില്ലി പോലീസിന്റെ പക്ഷത്തുണ്ട് എന്നുകൂടിയാണ് ദില്ലി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് എന്ത് നിലപാട് പോലീസ് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് ചർച്ച ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് സൂചന ലഭിക്കുന്നത്. നിലവിൽ എന്തായാലും 2 മണിക്ക് കനയ്യകുമാറിനെ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. സ്വാഭാവികമായും ദില്ലി പോലീസ് ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന് മുന്നോടിയായി 19 വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ദില്ലി പോലീസ് നടത്തുന്നത്. ഒപ്പം പ്രതിഷേധങ്ങളുടെ കാര്യങ്ങൾ കൂടി മനു ശങ്കരൻ നൽകിയാൽ, അതായത് ഭാഷാശാസ്ത്രജ്ഞനും ലോകപ്രശസ്ത ചിന്തകനുമായ നോം ചോംസ്കി അടക്കമുള്ളവർ പ്രതിഷേധക്കാരെ അനുകൂലിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വ്യാപകമാവുകയാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രതിഷേധം. ഈ ഘട്ടത്തിൽ ഇന്നെങ്ങനെയായിരുന്നു? തീർച്ചയായും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മറ്റു യൂണിവേഴ്സിറ്റികളിലേക്കും വിദ്യാർത്ഥികൾ ഈ JNU വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ BJPക്കുള്ളിലും ഇത് സംബന്ധിച്ചുള്ള പൊട്ടിത്തെറികൾ രൂക്ഷമാണ്. BJP MP ശത്രുഘ്നൻ സിൻഹ ഈ നടപടികൾ തെറ്റായിരുന്നുവെന്നും വിദ്യാർത്ഥികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ഈ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തരുതായിരുന്നെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ. ഇത് കൂടാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉയരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം VS അച്യുതാനന്ദൻ JNU സന്ദർശിക്കുന്നുണ്ട്.
കൂടാതെ ശരി, മനു ശങ്കരനാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. ഇനി ഈ JNU കേസുമായി ബന്ധപ്പെട്ട് കോടതി മുറിക്കുള്ളിൽ ഇന്ന് അത്യപൂർവമായ നാടകീയ രംഗങ്ങൾക്കാണ് കോടതി മുറി സാക്ഷ്യം വഹിച്ചത്. സുപ്രീം കോടതിയുടെ ഈ കേസ് പരിഗണിക്കവേ വാദപ്രതിവാദം നടക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് കോടതി നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തു. വന്ദേ മാതരമെന്നും ഭാരത് മാതാ കി ജയ് എന്നും ഒക്കെയാണ് മുദ്രാവാക്യം അഭിഭാഷകൻ വിളിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളുമായി കോടതി മുറിക്കുള്ളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് കൂടി ചേരുകയാണ്. സന്തോഷ്, കോടതി മുറിക്കുള്ളിൽ ഇന്ന് സംഭവിച്ചതെന്ത്? അജിംഷാദ്, വളരെയധികം സുരക്ഷയുള്ള കോടതിയാണ് സുപ്രീം കോടതി. പ്രത്യേക പാസ് നൽകിയാണ് ഓരോരുത്തരെയും കോടതി ഉള്ളിലേക്ക് തന്നെ കടത്തിവിടുന്നത്. സുപ്രീം കോടതിയിലാകട്ടെ 12 കോടതി മുറികളാണുള്ളത്. ഇതിൽ 5-ാം നമ്പർ കോർട്ടിൽ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ അധ്യക്ഷനായ ബെഞ്ചിലാണ് ഇന്ന് സുപ്രീം കോടതി JNU വിഷയത്തിലുള്ള കേസ് പരിഗണിച്ചത്. ഈ കേസ് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് തന്നെ സാക്ഷിയാവുകയും ചെയ്തു. പ്രശാന്ത് ഭൂഷൺ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ഹാജരായി. പട്ടിയാല കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന അക്രമത്തിൽ പോലീസ് അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ മറ്റൊരു അഭിഭാഷകൻ ദില്ലി ഹൈക്കോടതി അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായി. പട്ടിയാല കോടതിയിലുള്ള ഒരു അഭിഭാഷകൻ തന്നെയായിരുന്നു. അദ്ദേഹം വളരെ വൈകാരികമായി ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. ഇത് തൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള വാദമാണെന്ന തരത്തിലൊക്കെയുള്ള ചില വാദങ്ങളൊക്കെ ഉയർത്തി. ഇങ്ങനെ വൈകാരികമായ ഒരു വാദം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ജൂനിയറായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജീവ് യാദവ് സന്ദർശകരുടെ ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് വന്ദേ മാതരം മുദ്രാവാക്യം വിളിച്ചു. കോടതി തന്നെ ഒരു നിമിഷം സപ്തമായി പോയി കോടതി നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷേ അഭിഭാഷകൻ ഉടൻ തന്നെ കോടതി മുറിക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. അവിടെ കൂടി നിന്ന അഭിഭാഷകരോട് ആരാണ് അയാളെന്ന് ജസ്റ്റിസ് ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ പോലും അതിന് മറുപടി പറഞ്ഞില്ല. തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും അഭിഭാഷകൻ തിരിച്ചു വന്നു മാപ്പ് പറഞ്ഞു. എന്നാൽ ഈ മാപ്പിൽ പൂർണ്ണമായും തൃപ്തി രേഖപ്പെടുത്താൻ ബെഞ്ച് തയ്യാറായില്ല. പകരം അദ്ദേഹത്തിന് താക്കീത് ചെയ്തു. ഒരു അഭിഭാഷകന്റെ രീതിക്ക് ചേർന്നതല്ല ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്ന് 2 മണിയോടുകൂടി കനയ്യകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ആ കോടതിയിൽ ചില സന്ദർശകർക്ക് ചില നിയന്ത്രണങ്ങളും സുപ്രീം കോടതി ഏർപ്പെടുത്തുകയുണ്ടായി. ശരി, സന്തോഷാണ് ആ വിവരങ്ങളും നൽകിയത്. സുപ്രീം കോടതിക്കുള്ളിൽ കോടതി നടപടികൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നാടകീയ രംഗങ്ങളുണ്ടായി. അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ BJP അനുകൂല മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകനെ പോലീസ് പുറത്താക്കി. ഒടുവിൽ ആ അഭിഭാഷകൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവ് കോടതി ഇടുന്ന ഘട്ടത്തിൽ അഭിഭാഷകൻ തന്നെ തിരികെ എത്തി മാപ്പ് പറയുകയും ഒടുവിൽ അഭിഭാഷകനെ താക്കീത് ചെയ്ത് കോടതി വിട്ടയക്കുകയും ചെയ്തു. അത്യപൂർവമായ സംഭവമെന്നാണ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ പീപ്പിൾ TV-യിലൂടെ പ്രതികരിച്ചത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. JNU വിഷയത്തിൽ പ്രതികരിച്ചതിന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP-യെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു. ഗുജറാത്തിൽ നിന്ന് ആണെന്നാണ് അർദ്ധരാത്രിയോടെ ഫോൺ വിളി എത്തിയത്. പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവൻ എന്നൊക്കെ ഇയാൾ വിളിച്ചു പറഞ്ഞതായും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം ഇയാൾ രാജേഷിനെ വിളിച്ചതായും പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് SP-ക്ക് പരാതി നൽകുമെന്നും MB രാജേഷ് അറിയിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതിനെയും ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരാവകാശ ലംഘനങ്ങളെയും രാജ്യാന്തര പണ്ഡിത സമൂഹം അപലപിച്ചു. നോം ചോംസ്കി, ഒർഹാൻ പമുക്, NV രാമണ്ണ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ 85 പ്രമുഖരാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിച്ചമർത്തലുകളെയും അടിയന്തരാവസ്ഥയെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയിലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലും താൽപ്പര്യമുള്ളവരെല്ലാം ശക്തമായി പ്രതിഷേധിക്കണമെന്നും പണ്ഡിത സമൂഹം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇന്ന് JNU സന്ദർശിക്കും. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് VS അച്യുതാനന്ദന്റെ സന്ദർശനം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് മിണ്ടാട്ടമില്ലെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. അയാളും മകനും ഭാര്യയെ കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ഇപ്പോൾ BJP ആയിട്ട് കൂട്ടുകെട്ടില്ല എന്ന് പറയുകയല്ലേ. ഇതല്ല അയാൾ പറയുന്ന ഒരഭിപ്രായം എന്നുള്ളതിലല്ലാതെ ഈ അയാളുടെ മൈക്രോ ഫൈനാൻസ് സംബന്ധിച്ച്
കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അയാൾ കേരളത്തിലെ ദശലക്ഷക്കണക്കായ സഹോദരിമാരോടും അമ്മമാരോടും ചെയ്തു. ഞാനത് തുറന്നു കാട്ടി. BJP-ക്കാർക്ക് കൂടി വേണ്ടാതായതോടെ വെള്ളാപ്പള്ളി നടേശൻ കള്ളക്കളി കളിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPIM വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അവസരവാദ നിലപാടാണ്. RSSന് അനുകൂലമായ നിലപാടാണ് ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞ വഴിയിൽ കൂടി RSSനെ സഹായിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും ഉദ്ദേശം. തൻ്റേത് അവസരവാദ രാഷ്ട്രീയമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആദർശവാദ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലെന്നും അടവ് നയമാണ് നിലപാടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവസരത്തിനൊത്ത് മുദ്രാവാക്യങ്ങളില്ലേ വേണ്ടത്. അപ്പോൾ അവസരത്തിനൊത്ത് മുദ്രാവാക്യങ്ങളും അവസരത്തിനൊത്തുള്ള ചിന്തകളും പ്രായോഗിക ചിന്തകളുമാണ് വേണ്ടത്. അതല്ലാതെ ആദർശവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും എത്തുകയില്ല. അവസരത്തിനൊത്ത് ഉണരാനും പ്രവർത്തിക്കാനും മുന്നേറാനും സാധിക്കണം. അതിനുള്ള അവസരത്തിനൊത്ത മുന്നേറ്റം ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് 19-ാം തീയതി കൂടി ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും. അതുവരെ അല്പം കൂടെ കാത്തു നിൽക്കുക. P. ജയരാജനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന അപേക്ഷ CBI പിൻവലിച്ചു. തലശ്ശേരി കോടതിയെ CBI ഇക്കാര്യം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, എന്താണ് പിൻവലിക്കാൻ CBI കാരണമായി നിരത്തുന്നത്? അജിംഷാദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന CPIM നേതാവ് P. ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി CBI തന്നെ പിൻവലിച്ചിരിക്കുന്നു. 11:20 ഹർജി കോടതി പരിഗണിക്കവെയാണ് ഹർജി പിൻവലിച്ചുകൊണ്ടുള്ള അപേക്ഷ CBI നൽകുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിനോട് P. ജയരാജന്റെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടേണ്ടതുണ്ടെന്നും മെഡിക്കൽ കോളേജിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം ലഭിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം കോടതിയെ അറിയിക്കാൻ കഴിയൂ എന്നുമാണ് കോടതി ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഒരാളെ കോടതി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. CBI ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഇത് തടയാനാണ് CBI പൊതുവെ ഇന്ന് ഹർജി പിൻവലിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല P. ജയരാജന്റെ ആരോഗ്യനിലയെക്കുറിച്ച് CBIക്ക് കൂടി ബോധ്യമുണ്ട് എന്നാണ് ഈ ഹർജി പിൻവലിക്കാനുള്ള കാരണമായി P. ജയരാജന്റെ അഭിഭാഷകൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാണ്. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. P. ജയരാജനെ വിട്ടുകിട്ടണമെന്ന ചോദ്യം ചെയ്യാനായി വിട്ടുകിട്ടണമെന്ന CBIയുടെ ആവശ്യത്തിൽ നിന്നും CBI പിൻവലിഞ്ഞു. തലശ്ശേരി കോടതിയിൽ ഇക്കാര്യം CBI അറിയിച്ചു. ആരോഗ്യനില ബോധ്യമായതാണ്, വഷളായ ആരോഗ്യനില ബോധ്യമായതാണ് CBIയെ കൊണ്ട് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് ഒടുവിൽ എന്നും P. ജയരാജൻ്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ അറിയിച്ചു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ജോഷില ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. RSS ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന CPIM പ്രവർത്തകൻ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി ഷിബുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് RSSുകാർ ഷിബുവിനെ ആക്രമിച്ചത്. ചേർത്തല സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷിബു. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകത്തിന് കാരണമായിട്ടുള്ള മർദ്ദനം നടന്നത്. ചേർത്തല സ്വദേശിയായിട്ടുള്ള പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ വീട്ടിൽ ഒരു സംഘം RSS പ്രവർത്തകർ എത്തുകയായിരുന്നു. പ്രാദേശികമായിട്ടുള്ള മയക്കുമരുന്ന് സംഘത്തിനെതിരെ പരാതി നൽകിയതോടെയാണ് പ്രതിഷേധവുമായി RSS സംഘം എത്തിയത്. ഇവർ വീട്ടിൽ കയറുകയും ഷിബുവിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ മർദ്ദനം നടത്തുകയും ചെയ്തു. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി രക്ഷപ്പെട്ട ഷിബുവിനെ വഴിയിലിട്ട് ഇവർ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മൃതദേഹം ഇപ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM 11 മണിക്ക് വൈകിട്ട് 6 വരെ ചേർത്തല താലൂക്കിൽ ഹർത്താൽ ആചരിക്കുകയാണ്. CPMന്റെ ജില്ലയിൽ വ്യാപകമായിട്ട് നടന്ന ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ കലാശിക്കാനാണ് CPM പറയുന്നത്. RSSന്റെ ഭാഗത്തു നിന്ന് വ്യാപകമായിട്ട് ജില്ലയിൽ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നുണ്ട്. CPM പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ഇവർ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ബന്ധപ്പെട്ട് വൈകിട്ടോടു കൂടിയായിരിക്കും ഷിബുവിന്റെ മൃതദേഹം സംസ്കരിക്കുക. വൈകിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ശരി, ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. CPIM പ്രവർത്തകൻ RSS ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുകയായിരുന്ന
പള്ളിപ്പുറം സ്വദേശി ഷിബു ചേർത്തലയിൽ മരിച്ചു. ഇതിൻ്റെ വിവരങ്ങളാണ് ഷാജി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൈക്കൂലി കേസിൽ അടൂർ പ്രകാശിനെതിരായ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കൈക്കൂലി കേസ് എഴുതിത്തള്ളണമെന്ന ശുപാർശ വിജിലൻസ് ഡയറക്ടർ തള്ളിയതോടെ അടൂർ പ്രകാശിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അഴിമതി ആരോപണ വിധേയരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റു മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദിനെയും കെ ബാബുവിൻ്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചത്. പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയത്. ചോദ്യോത്തരവേളയിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് മറുപടി പറയവേ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ കോഴിക്കോട് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. മൃതദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 5-ന് കക്കട്ടിൽ കണ്ടോത്ത് കുനി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. പുലർച്ചെയോടെയാണ് പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിലിന്റെ വിയോഗം സംഭവിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ന്യൂമോണിയ ബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. നർമ്മത്തിൽ ചാലിച്ച് ഏത് ഗൌരവമേറിയ വിഷയത്തെയും വായനക്കാരനിലേക്ക് എത്തിക്കാൻ സാധിച്ച പ്രിയ എഴുത്തുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് കോഴിക്കോട് ടൗൺഹാളിലേക്ക് എത്തിയത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, കെ.പി. രാമനുണ്ണി, പി.കെ. പാറക്കടവ്, സുഭാഷ് ചന്ദ്രൻ, നടൻ ശ്രീനിവാസൻ, മാമുക്കോയ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നമ്മെ വിട്ടുപിരിഞ്ഞാലും കഥകളിലൂടെ അക്ബർ എന്നും ജീവിക്കുമെന്നും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപക കാലഘട്ടത്തിലെ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അധ്യാപക കഥകളും സ്കൂൾ കഥകളും നിരവധിയാണ്. അത് മുഴുവൻ വടക്കേ മലബാറിൻ്റെ പ്രത്യേകതരത്തിലുള്ള നർമ്മം ചാലിച്ചെഴുതിയ കഥകളായിരുന്നു. അത് അദ്ദേഹം മൺമറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കഥകൾ ഇവിടെ ജീവിക്കും. കൈരളി ടിവിക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഇ അഷ്റഫും കോഴിക്കോട് റീജിയണൽ ചീഫ് പി.വി. കുട്ടനും അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 5 മണിക്കാണ് ജന്മനാട്ടിലെ കണ്ടോത്തുകുനി ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നർമ്മമധുരമായ ഭാഷയിൽ 50ഓളം കൃതികൾ എഴുതിയ അക്ബർ കക്കട്ടിൽ മലബാറിൻ്റെ നന്മ നിറഞ്ഞ ഭൂതവർത്തമാനങ്ങളെയാണ് കഥയാക്കിയത്. അധ്യാപക വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയുടെ രസവും കക്കട്ടിലിൻ്റെ കഥകളിൽ സദാ നിറഞ്ഞു നിന്നു. 1954 ജൂലൈ 7-ന് അബ്ദുള്ള കുഞ്ഞാമിന ദമ്പതികളുടെ മകനായി കോഴിക്കോട് കക്കട്ടിലായിരുന്നു ജനനം. ചെറുകഥാകൃത്തും നോവലിസ്റ്റും എന്നതിനപ്പുറം വേറിട്ട അധ്യാപന രീതി കൊണ്ടുകൂടി പ്രശസ്തനായിരുന്നു അക്ബർ കക്കട്ടിൽ. കൗമാരത്തിൽ തന്നെ എഴുത്തിൻ്റെ പ്രപഞ്ചത്തിലേക്ക് കടന്നു. കുഞ്ഞുണ്ണി മാഷായിരുന്നു എഴുത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കടത്തിയത്. പിന്നീട് അങ്ങോട്ട് മലയാള സാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു കക്കട്ടിൽ. കാരൂരിന് ശേഷം അധ്യാപക വിദ്യാർത്ഥി വിഷയങ്ങളെ ഇതിവൃത്തമാക്കിയ കക്കട്ടിൽ വേറിട്ട ഭാഷാശൈലിയിലൂടെ തൻ്റെ ഇടം കുറിച്ചു. ജീവിതഭാരത്തിൻ്റെ അർത്ഥശൂന്യതകൾ വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നർമ്മം. ഹാസ്യാത്മകമായി ജീവിതത്തിൻ്റെ പ്രയോജനപരമായ കച്ചവട നേട്ടങ്ങളെ അദ്ദേഹം അപഹസിക്കുമ്പോഴും മനുഷ്യനന്മയുടെ മൂല്യവത്തായ സംസ്കൃതിയുടെ സംസ്ഥാപനം എഴുത്തിൽ നിറച്ചു. വിദ്യാർത്ഥി അധ്യാപക സംവാദത്തെ ജീവിതത്തിൻ്റെ നിത്യഭാഷയായി അദ്ദേഹം നിലനിർത്തി. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1992-ൽ ഹാസ്യവിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് സ്കൂൾ ഡയറി എന്ന ലഘു ഉപന്യാസ സമാഹാരത്തിന് ലഭിച്ചു. 2004-ൽ നോവലിനുള്ള അവാർഡും സംസ്ഥാന ഗവൺമെന്റിന്റെ 2 അവാർഡുകളും ലഭിക്കുകയുണ്ടായി. 1998-ൽ മികച്ച നോവലായ സ്ത്രൈണം ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് നേടി. 2000-ൽ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി.
2002 വടക്കുനിന്നൊരു കുടുംബ വൃത്താന്തം അബുദാബി ശക്തി അവാർഡും കരസ്ഥമാക്കി. അങ്കണം സാഹിത്യ അവാർഡ്, SK പൊറ്റക്കാട് അവാർഡ്, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ അവാർഡ്, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തുടങ്ങി അവാർഡുകളുടെ പെരുമഴക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ജീവിതം. വർത്തമാന പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ പോലും വേറിട്ട ശൈലിയിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അതിലൊന്നിങ്ങനെ: പേനയിൽ മഷി തീർന്നു, കണ്ണുകളിൽ ഉറക്കം പിടികൂടുന്നു, ഇനി നിർത്തുന്നു ഈ കത്ത്. പക്ഷേ നിത്യതയുടെ ഉറക്കം ആ കണ്ണുകളെ താഴ്ത്തിയെങ്കിലും എഴുത്തിൽ തീർത്ത മഹാപ്രപഞ്ചം വായനക്കാരന് മുന്നിൽ കണ്ണടയുന്നില്ല, തീരുന്നില്ല. കൾച്ചറൽ ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. അക്ബർ കക്കട്ടിലിന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ തമാശയുണ്ടായിരുന്നു, നർമ്മബോധമുണ്ടായിരുന്നു. അങ്ങനൊരു ഭാസുരമായൊരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നും മാനവികതയുടെ പക്ഷത്ത് നിന്ന ഒരാളാണ് അദ്ദേഹം. മനുഷ്യബന്ധങ്ങൾക്ക് അമൂല്യത കൽപ്പിച്ച ഒരാൾ. ഈ സൗഹൃദങ്ങളുടെ രാജകുമാരൻ എന്നാണ് അക്ബറെ വിശേഷിപ്പിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ജീവിതത്തിലും കഥകളിലും നർമ്മം ധാരാളം പുലർത്തിയിരുന്നു. അക്കാഡമിയിലൊക്കെ ഇപ്പോൾ പെരുമ്പടവത്തിനൊക്കെ അറിയാം. അക്ബർ ഉണ്ടെങ്കിൽ അക്ബർ പെരുമ്പടവം പറഞ്ഞ പോലെ ആ സദസ്സ് അക്ബറുടെ സദസ്സാക്കി മാറ്റും. സഹപ്രവർത്തകൻ എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിലും അദ്ദേഹം വളരെ സജീവമായി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്ന ഓർമ്മയാണ് ഇപ്പോഴുള്ളത്. മുതിർന്ന തലമുറയിലുള്ളവരും ചെറിയ തലമുറയിലുള്ളവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കഥാകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. അദ്ദേഹം ജീവിതം മുഴുവനും ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്. ഈശ്വരന്റെ അടുത്തേക്കാണ് കഥയും തേടി അക്ബർ കക്കട്ടിൽ പോയിട്ടുള്ളത് എന്നതാണ് സത്യം. കാരണം മാഷ് എഴുതിയിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ഭാഷയിലാണ്, ഏറ്റവും സാധാരണക്കാരനായ എൻ്റെ ജീവിതമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുത്തന് എന്നിൽ ഒരു കഥയുണ്ടെന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ദൈവതുല്യമായ അവനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയും അതിനകത്ത് നിന്നുകൊണ്ട് ഒരു കഥയും കാണുന്ന ഒരു എഴുത്തുകാരനെയാണ് നമുക്ക് സത്യത്തിൽ നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു വലിയ സങ്കടമുണ്ട്. അത്രയും മനസ്സിന് നൈർമല്യമുള്ള മറ്റൊരു എഴുത്തുകാരനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഞങ്ങൾ കാണുമായിരുന്നു. ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 74-75 മണപ്പള്ളി കോളേജിലാണ് അക്ബർ കക്കട്ടിൽ പഠിക്കുന്നത്. പലപ്പോഴും കോഴിക്കോട് വന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വടകര ഞങ്ങളുടെ കേന്ദ്രമായിരുന്നു അന്ന് നമ്മുടെ പുരത്തിൽ കുഞ്ഞന്തുരയുടെ ഇത്. ഞങ്ങൾ ഒരുമിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പല യോഗങ്ങളിലും പല ക്യാമ്പുകളിലും അക്ബറുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യം